ചെറുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഈ ബിഗ് ബോസ് വീട്ടിൽ എത്തുന്നതുവരെയുള്ള നോറയെയാണ് ബാക്കിയുള്ളവർക്ക് അറിയേണ്ടത്. ചെറുപ്പത്തിൽ പറയുകയാണെങ്കിൽ നല്ല എന്താ പറയുക, ചെറിയ ഒരു കുരുത്തക്കേടും ഇല്ലാതെ പഠിപ്പ് മാത്രം. അതായത് LKG കൊണ്ടുപോയി ഞാൻ ചേർത്തിട്ട് LKG UKG പഠിച്ച് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇത് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ അത്ര പഠിക്കായിരുന്നു. അപ്പോൾ നിങ്ങളറിയാലോ, ഓർമ്മശക്തി നിങ്ങൾ തന്നെ എല്ലാവരും പറയുന്നുണ്ടല്ലോ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ടീച്ചർ LKG UKG പഠിച്ച ടീച്ചർ പറഞ്ഞ് പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എല്ലാം ഒക്കെ അറിയാം, പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എന്തിനാണ് ഇരുത്തണേ എന്നപ്പോൾ ഞാൻ പറഞ്ഞ ടീച്ചറെ പിന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ അങ്ങോട്ട് ഇരുത്തോ, അങ്ങനെ ഇരുത്താൻ പാടില്ല അറിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഒത്തുങ്ങാണ് അങ്ങനെ ഇരുത്താം, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇരുന്ന് പഠിച്ചതൊക്കെ. പിന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞ ചെറിയ കുറുമ്പ് എന്തെങ്കിലും, ഒരു കുറുമ്പും ഇല്ല, ഒരു ഇതും ഇല്ല. ഇപ്പം ഈ ബിഗ് ബോസിൽ ഇവളെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം, പൊന്നിങ്ങനാണോ എന്നുള്ളൊരു, പിന്നെ ഓളെ ഉള്ളിലുള്ളതെല്ലാം ഒരു 10ാം ക്ലാസ്സിലെത്തി കഴിഞ്ഞപ്പം പഠിക്കാനുള്ളത് പറയുകയാണെങ്കിൽ വരയ്ക്കും, പിന്നെ പാട്ട് പാടുന്നു, പിന്നെ എന്താ പറയുക, എല്ലാ കഴിവുകളും ഉണ്ടായിട്ട് ടീച്ചർ ഒരു ദിവസം എൻ്റെ ടീച്ചർ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞ് ദൈവം ഒക്കെ എല്ലാ കഴിവും കൊടുത്തു, എന്തിനാ അവർക്ക് നിൽക്കേണ്ടിയെന്ന് ഇവർക്ക് അറിയുന്നില്ല. അപ്പം അത് മുതൽ നമ്മൾ തന്നെ പറഞ്ഞ് പിന്നെ ഈ പഠിക്കണം എന്ന് പറഞ്ഞ് ആ പഠിത്ത് പിന്നെ 10ാം SSLC നല്ല മാർക്കോട് കൂടിയൊക്കെ ഇവള് പാസ്സായി വന്ന് പഠിക്കണമെന്നായ. പിന്നെ ഇവള് നമ്മളറിയാതെ ഇവളെ ചിന്തകളും സോഷ്യൽ മീഡിയയിലേക്ക് ഇവള് ഇങ്ങനെ വൈകിട്ട് വരുമ്പോൾ അതിന് ഞങ്ങൾ മുമ്പന്തിയിൽ നിന്നിട്ട് ഞാനും പപ്പയും പഠിക്കണം വെച്ചാൽ ഇപ്പം നേരത്തെ വരെ അച്ഛൻ പറഞ്ഞ മാതിരി നമ്മൾ നാളെ കുട്ടി എന്താണെന്നാലും പഠിപ്പാണല്ലോ എപ്പോഴും ഒരു മുഖ്യമായിട്ട് വരാം. എൻ്റെ മോള് ടീച്ചറല്ല, അധ്യാപിക, അല്ലെങ്കിൽ എന്തൊരു ജോലി. നമ്മളിപ്പോൾ ഞാനായാലും സാധാരണ ഒരു വീട്ടമ്മയായ ആളാണ് ഞാൻ. അപ്പോൾ എനിക്കിഷ്ടം എൻ്റെ മോളൊരു പഠിച്ചതാവണമല്ലോ, ഡോക്ടർ, നമ്മളൊക്കെ അങ്ങനെ അല്ലോ, ഡോക്ടറാണ്, എഞ്ചിനീയർ ആവണം, അങ്ങനെ. പക്ഷെ ഓള് തിരിഞ്ഞ് വന്നത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് ഒരു 19 വയസ്സായ സമയത്ത് പിന്നെ നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് ഞാൻ ഇവളെ കൊണ്ടുപോയിന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ വീഡിയോ ഇങ്ങനെ വിളിച്ച് ചെയ്യുന്നുണ്ട്, പിന്നെ ഡോക്ടർ അവളെ നിർത്തി തരും. കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ടോളൂ പേര് മാറ്റിയിട്ട്, അതായത് നോറാമസ്കാർ എന്നുള്ള പേരിൽ ഇന്നോട് 2-3 ആൾക്കാർ എന്നോട് അനിയത്തിയോട് ചോദിച്ചു, ഇതാരേത് പൊന്നാണോ ഇത്? അപ്പോൾ ഞാൻ പിന്നെ പൊന്നുണ്ടാവില്ല കേട്ടോ, വേറെ ഏതോ കുട്ടികളതായിരിക്കും, എനിക്ക് കാണിച്ച് തരല്ല കേട്ടോ എന്ന്. അങ്ങനെ ഓര് വന്ന് എനിക്ക് കാണിച്ച് ഞാൻ ഇത് പൊന്നാണല്ലോ. അപ്പം ഇവളെ അനിയത്തിയും ഞാനും അപ്പം നമ്മൾ അറിയാം ഇത് പറ്റില്ല കേട്ടോ, അത് കാണേണ്ടതൊന്നും നമുക്ക് വേഗം. പപ്പ ആ സമയത്തൊക്കെ ഗൾഫിലാണ്, കാരണം പപ്പ എന്ത് വന്നാലും ഇന്നാണല്ലോ വയക്ക് പറയാൻ. ഞാൻ ഇവളെ ഡോക്ടറെ കൊണ്ടുപോയി പുറക്കാട്ടിരി പിന്നെ പറഞ്ഞൊരു ഡോക്ടറെ ഡോക്ടർ ഞാൻ പറഞ്ഞു ഇവളിങ്ങനെ സോഷ്യൽ മീഡിയ ഡോക്ടറുകളൊന്നും പറഞ്ഞിട്ട് ഒന്നൊക്കെ മാറ്റി തരണം കേട്ടോ ഇവളെന്ന് പറഞ്ഞു. ഡോക്ടറോട് പറഞ്ഞ ഡോക്ടർ ഉണ്ടായിരുന്നു, ഇവളോട് ഒരു 3-4 മണിക്കൂർ സംസാരിച്ചിട്ട് ഇന്നെ പറഞ്ഞ് പിന്നെ നാളെ വന്നാൽ മതിയായിരുന്നു. അങ്ങനെ പിറ്റേന്നാണ് ഞാൻ പോണത്. പിന്നെ ഇവളെ ക്ലാസ് പറഞ്ഞയച്ചാൽ ഡിഗ്രിക്ക് പഠിക്കുകയാണല്ലോ, ഫസ്റ്റ് ഇയർ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവളെ ക്ലാസ് പറഞ്ഞയച്ചാൽ ഞാൻ ഒന്നും അവളോട് ഞാനത് പറഞ്ഞിട്ടില്ല, ഈ വേദിയിൽ ഞാനത് പറയണമല്ലോ. അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞ വാക്കാണ്, പിന്നെ എന്നോട് കുറേ പറഞ്ഞു എന്താണ് ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ നല്ലതല്ലേ കുട്ടികൾ, പിന്നെ അവൾ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ, അത് എന്തിനാ എല്ലാം നിങ്ങളെ ബാപ്പനെയും ഉമ്മനെയും കെയർ ചെയ്തിട്ട് തന്നെയാണല്ലോ അവൾ എല്ലാം ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താ അത് തെറ്റ്? ഞാൻ നാളെ ഞങ്ങളോട് വരാൻ പറഞ്ഞെങ്കിൽ ഞാൻ പറയണ ഒന്നുകൂടി കേൾക്കരുത് എന്നുള്ളതില്ല നന്ദി. അങ്ങനെ പിന്നെ അത് പറഞ്ഞപ്പോൾ ഡോക്ടറിനെ ഒരു പക്ഷേ നാളെ നിങ്ങൾ പിന്നെ ഒരു പക്ഷേ നിങ്ങൾ നാളെ ഈ മോളുടെ ഉമ്മായി അറിയപ്പെട്ടേക്കാം. അത് ഇന്ന് ഞാൻ ഈ വേദിയിൽ പറയും, എൻ്റെ അനിയത്തിയോട് വരുമ്പോൾ പറഞ്ഞു പൊന്നുസായ ഡോക്ടർ ആ വാക്ക് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ പിറ്റത്തെ ആഴ്ച അവളെ കൊണ്ടാൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞു ഡോക്ടറുടെ കമ്പോൾ 4 ചിത്രമൊക്കെ ഇനി അറിയപ്പെടുന്നുണ്ട് ഡോക്ടറുടെ. പിന്നെ ഞാനില്ല. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഈ ഫ്ലൈറ്റിൽ വരുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറി വരുമ്പോൾ എൻ്റെ മോളെ കാരണത്താലല്ല ഞാൻ വരുന്നത്. അപ്പോഴൊക്കെ എനിക്ക് ഇവിടെ എത്തുന്നുള്ള അന്ന് ഓര് കണ്ട് ഞാൻ മനസ്സിലാക്കിയില്ല. ഇന്നത്തെ ഇതിലിപ്പോൾ നിങ്ങളെല്ലാവരും ഇത്രയും വർത്താനം സംസാരിക്കണം, ഒന്നൊരാളൊന്നല്ല ഇവള് പക്ക 15 വയസ്സ് വരെ ഇപ്പോൾ വീട്ടിലായാലും ഒരു എന്താ നല്ലൊരു ഇവള് നമ്മുടെ അടുത്ത് ഉണ്ടോയെന്ന് പോലും അറിയില്ല, അത്രക്കും ഒരു ഒരു കുട്ടിയായിട്ട് എൻ്റെ കൂടെ ഒളപ്പമ്മൻ്റെ കൂടെ. കാരണം അതും ഞാൻ പറയണല്ലോ, ഒപ്പമ്മൻ്റെ കൂടെ ഉപ്പമ്മൻ്റെ മോളായിട്ട് ഓള് പോവലും വരുത്തും ചെയ്യലും ഒക്കെ ആയിട്ട് നിന്നൊരാളാണ്. പപ്പ ആ സമയത്തൊക്കെ പപ്പ ഗൾഫിലും ജോലിക്കും അതിനും ഇതിനൊക്കെ ആയിട്ട് പപ്പ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു ടൈമാണ്. സ്കൂളിൽ മീറ്റിങ്ങിലായിട്ട് ഞാനാണ് എല്ലാത്തിനും പോണതും ചെയ്യുന്നതും ഒക്കെ.
പിന്നെ അന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഓളെ വിട്ടിട്ടുണ്ടെങ്കിൽ ഓള് പോകും, ഓളെ സോഷ്യൽ മീഡിയ. അപ്പോൾ ഞാൻ പൊന്നുവിന് എന്താ ഞാൻ പറയാം, ഞാൻ വിടൂല ഇവിടേക്കും, എൻ്റെ കൂടെ തന്നെ എന്നെ കല്യാണം കഴിച്ച ഒരുത്തൻ്റെ കൂടെ ഏൽപ്പിച്ചിട്ടല്ലാതെ ഞാൻ വിടൂല. അത് ഞാൻ മുറുക്കം പിടിച്ച് ഓൾ എന്ത് വന്നാലും ചോദിച്ചാലും ഞാൻ അത് കേട്ടിക്കും. ഇപ്പം നിങ്ങൾക്ക് ഒക്കെ അറിയുള്ളൂ എത്രമാത്രം സംസാരിക്കുന്നത്. ആ സംസാരത്തിനൊന്നും ഞാനൊരു മുടക്കം വെക്കൂല. കാരണം നമുക്ക് പറയാട്ടൊക്കെ പറയട്ടെ വിചാരിക്കും. എന്നിട്ട് ഉപദേശം കൊടുക്കാൻ ഞാൻ കൊടുക്കും, പക്ഷേ ഉപദേശം പകുതിയെ കേൾക്കുള്ളൂ. ഈ ഒരു സോഷ്യൽ മീഡിയ സംബന്ധിച്ചായിരിക്കും. ഞങ്ങൾക്ക് അറിയുന്നില്ലല്ലോ എന്താണ് ഇതിൽ നടക്കുന്നത്, എന്താ ഇതിൽ പറയുന്നത് എന്നുള്ളതൊന്നും. അത് കണ്ടറിഞ്ഞ് മുന്നോട്ട് പോയി ഞങ്ങൾക്കൊരു ജീവിതം കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു നല്ലൊരാളാവട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണേ. എല്ലാം മനസ്സിലാക്കണം. ഇപ്പം കൂടുതൽ പറയാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രവാസിയായിരുന്നു. വല്ലപ്പോഴൊക്കെയാണ് നാട്ടിലെത്താറ്. എത്തുന്ന സമയത്ത് എനിക്ക് അപ്പോൾ ആ മോളെ കാര്യം ചോദിക്കുമ്പോൾ അവർ പറയും, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മക്കളുടെ ഉപ്പായിട്ട് അറിയപ്പെടാനാണ് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അത് ഒരു സോഷ്യൽ മീഡിയ ആയിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അവർ മോള് നല്ല പഠിക്കുമായിരുന്നു, IAS പഠിപ്പിക്കണം എന്നായിരുന്നു ആഗ്രഹം. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നത്. ആ ആഗ്രഹം വെച്ചിട്ടായിരുന്നു എപ്പോഴും അവൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നത്. ഞാൻ ഗൾഫിൽ നിന്ന് വന്നാൽ പറയും, പപ്പാ ഞാനിങ്ങനെ ഇതിന് പോകുന്നുണ്ട് IAS, അവിടെ അടുത്ത ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് 2-3 വട്ടം അങ്ങനെ ചെയ്തു. പിന്നെ എനിക്ക് ഗൾഫ് വിട്ടിട്ട് അപ്പം 3 വർഷമായി. അപ്പം അതിന് മുന്നേ ഉള്ള ഇങ്ങനെയൊക്കെയാണ് അവളെന്നെ പറ്റിക്കല്. അതെ, എന്തെങ്കിലും പറയുമ്പോഴത്തേനും പറയും ഞാൻ IAS പോകാൻ പോവാണ്, എൻ്റെ കോച്ചിങ്ങിന് ക്യാമ്പിൽ പോവാണ്. അപ്പോൾ എനിക്ക് എന്നൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിനൊക്കെ മൂല്യ കാരണം അവളെ ഉമ്മയാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പറയുമ്പോൾ ഒരു പറയാനുള്ള ഇതാണല്ലോ. ഞാൻ ഗൾഫിലാണെങ്കിൽ കൂടി ഞാൻ മൊബൈൽ മോക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ല. കാരണം അത് തെറ്റാണെന്ന് തോന്നിയിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടിനും നല്ലതാണ്. ഈ ഫോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നാവാനും ചീത്തയാവാനും. ഇപ്പോൾ ചീത്തയായി എന്നല്ല പറഞ്ഞത്, നന്നായി എന്നല്ല പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അതിലുള്ള ആളുകളാണെങ്കിലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു 5 കൊല്ലം അത് കഴിഞ്ഞാൽ വേറൊരു പുതിയ സാധനമായിട്ട് വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഫീൽഡ് ഔട്ട് ആവും. അപ്പോൾ അപ്പോൾ നേരെ മറിച്ച് അവൾ പഠിച്ച ഒരു IAS ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് അവളുടെ ജീവിതകാലം മുഴുവനാണ്. അതായിരുന്നു ഒരു ഉപ്പ എന്ന നിലക്ക് ഞാൻ അവളെ കെയർ ചെയ്യുന്നത് ഞാൻ അതിലേക്കായിരുന്നു. അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയില്ല. അത് ഞാൻ എന്തിനാണ് അത് പറഞ്ഞു കൊടുത്തതെന്നുള്ളത് മനസ്സിലാക്കാൻ അവളുടെ ഉമ്മക്കും പറ്റിയില്ല. അവൾ കരഞ്ഞപ്പോൾ മൊബൈൽ സംഘടിപ്പിച്ചു കൊടുത്തു. ഞാൻ അറിയാതെ മൊബൈൽ സംഘടിപ്പിച്ചു കൊടുത്തു. അതിൻ്റെയൊക്കെയുള്ള ഒരു വഴിയായിരുന്നു നമുക്ക് മനസ്സിലായി. ഇതിലേക്കുള്ള ഒരു മാർഗം ഉമ്മയായിരുന്നു മാത്രമാണ്. അപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കളാൽ ഞാൻ അറിയപ്പെടണം. പക്ഷെ അവർ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടാണ്. എനിക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണ്. ഞാൻ വിദ്യാഭ്യാസം തീരല്ല, എനിക്ക് വളരെ മോശമാണ്. അപ്പം പിന്നെ ഞാൻ കൂലിപ്പണിയൊക്കെ എടുത്തു തന്ന ആളാണ്. ഗൾഫിൽ അങ്ങനെ ഡ്രൈവർ പണിയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിച്ചു വന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് എനിക്ക് എപ്പോഴും എന്നെ പറ്റിക്കുന്നത്. എപ്പോഴതാണ് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാൻ പാടാ IAS വാക്ക് ശരിയാവട്ടെ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നിങ്ങളൊക്കെ ഇപ്പം പറഞ്ഞു കൊടുക്കുക. എനിക്ക് ഞാൻ ഒരു കളക്ടറുടെ ഉപ്പാവണം അല്ലെങ്കിൽ IASകാരുടെ ഉപ്പാവണം എന്നല്ല. എൻ്റെ മകള് അവളുടെ കാലം വരെ അവളുടെ ബാക്കിയുള്ള അത് തരുന്ന തലമുറയും ആ ഒരു രീതിയിൽ വരണമെന്ന് കരുതിയിട്ടാണ്. അതാണ് എൻ്റെ ഉദ്ദേശം. അതാണ് ഉമ്മ ബാക്കി ഓള് ഭയങ്കര ഒരു അനിയത്തി കുട്ടി ഉണ്ടെന്ന് പറയാൻ ഫുൾ കെയറിങ് ഒരു ഉമ്മ പോലെ ആണെന്നുള്ളത് പലപ്പോഴും അതിനെ കുറിച്ചൊന്ന് പറയും. അതെന്താ വെച്ചാല് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മോള് ജനിക്കുന്നത്. അന്ന് മുതൽ ഓളെല്ലാ കാര്യങ്ങളും ഞാൻ പൊന്നിനെ ഒരു 2 ആഴ്ച ഞാൻ വീഡിയോ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ 3ാമത്തെ ആഴ്ച നടത്തത്തിൽ ഇത്താത്ത കുട്ടികൾ കൊണ്ട് പിന്നെ നമ്മൾ അവളധികം കരയിപ്പിക്കാൻ